കമൽ വീണ്ടും ചേരുന്നുണ്ട്. കമൽ, മൃതദേഹം ഇപ്പോഴും ആംബുലൻസിൽ തന്നെയാണോ ഉള്ളത്? അവിടെ എന്താണ് പ്രതിഷേധിക്കുന്ന ജനങ്ങൾ ആവശ്യപ്പെടുന്നത്? രജീഷ്, മൃതദേഹം ഇപ്പോഴും ആംബുലൻസിൽ തന്നെയാണുള്ളത്. വീട്ടിലേക്ക് ഇറക്കാൻ ബന്ധുക്കൾ തയ്യാറാകുന്നില്ല. അവർ പറയുന്നത് പുൽപ്പള്ളിയിൽ വെച്ചുണ്ടാക്കിയ ഉറപ്പുകൾ തങ്ങൾക്ക് സ്വീകാര്യമല്ല, അത് രേഖാമൂലം തന്നെ ലഭിക്കണം. ജില്ലാ ഭരണകൂടത്തിന്റെ പ്രതിനിധികൾ, ജില്ലാ കലക്ടറോ അല്ലെങ്കിൽ ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥരോ ഇവിടെ എത്തി രേഖാമൂലം ആ ഉറപ്പുകൾ നൽകണം എന്ന ആവശ്യമാണ് ഉന്നയിക്കുന്നത്. ഇവിടെയും വലിയൊരു ആൾക്കൂട്ടം തന്നെയുണ്ട്. രാവിലെ തന്നെ ഈ പുൽപ്പള്ളിയിൽ മൃതദേഹം ഇറക്കി വെച്ചതിനെതിരെ ഇവിടെ നിന്ന് വിയോജിപ്പുകൾ ഉയരുന്നുണ്ടായിരുന്നു. വീട്ടിലേക്ക് കൊണ്ടുവരണം, ഇവിടെ നിന്ന് കാര്യങ്ങൾ തീരുമാനിക്കണം എന്നൊക്കെയാണ് ആവശ്യമുയർന്നിരുന്നത്. ഇപ്പോഴിവർ പറയുന്നത് രാഷ്ട്രീയ പാർട്ടികൾ ഈ സംഭവം ഹൈജാക്ക് ചെയ്തു, തങ്ങളെ ഈ ചർച്ചയിലൊന്നും ഉൾപ്പെടുത്തിയില്ല, രാഷ്ട്രീയ കളിയാണ് നടന്നത് തുടങ്ങിയ ആരോപണങ്ങളാണ് കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ നാട്ടുകാർ ഇവിടെ കൂടി നിൽക്കുന്നവരൊക്കെ ഉന്നയിക്കുന്നത്. അത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഇവിടെ നിന്ന് വരുന്നത്. ജില്ലാ ഭരണകൂടം, ജില്ലാ കളക്ടറോ ഉന്നത ഉദ്യോഗസ്ഥരോ എത്തി രേഖാമൂലം ഈ തീരുമാനങ്ങൾ അറിയിക്കണം എന്ന ആവശ്യമാണ് ഇവിടെ ഉള്ളവർ ഉന്നയിക്കുന്നത്. എന്തായാലും മൃതദേഹം ഇപ്പോഴും ഇറക്കാൻ സമ്മതിച്ചിട്ടില്ല. മൃതദേഹം ആംബുലൻസിൽ തന്നെ തുടരുന്നു. ഇന്നലെ രാത്രി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കോഴിക്കോട് നിന്ന് എത്തിച്ചതാണ്. ഇത്രയും നേരം പുൽപ്പള്ളി ടൗണിൽ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി മൃതദേഹം ഇറക്കി വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇവിടെ പാക്കത്ത് പോളിന്റെ വീട്ടിന് മുന്നിൽ ആംബുലൻസിൽ തന്നെ വെച്ചിരിക്കുകയാണ് മൃതദേഹം. ചടങ്ങുകളിലേക്കൊന്നും കടന്നിട്ടില്ല. ജില്ലാ കളക്ടർ നേരിട്ടെത്തി തീരുമാനങ്ങൾ എഴുതി നൽകാതെ മൃതദേഹം ഇറക്കില്ല എന്ന നിലപാടിലാണ് ഇവിടെ കൂടിയിരിക്കുന്നവർ. തീർച്ചയായും കമൽ സൂചിപ്പിച്ചതുപോലെ അത്തരം ആവശ്യങ്ങൾ സ്വാഭാവികമാണ്. കാരണം ഈ എല്ലാ അർത്ഥത്തിലും പരാജയപ്പെട്ട ചത്തുപോയ വനം വകുപ്പിന് മേൽ ജനങ്ങൾ റീത്ത് വെച്ചിരിക്കുകയാണ്. അതങ്ങനെ ആ ജനതയ്ക്ക് വെക്കേണ്ടി വരുന്നത് സ്വാഭാവികമാണ്. ഓരോ സമയത്തും ഉണ്ടായിട്ടുള്ള പരാജയങ്ങൾ എണ്ണിപ്പറയാം. ഏറ്റവും ഒടുവിലെ മരണം സംഭവിക്കുമ്പോഴും ജാഗ്രതക്കുറവ് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നാട്ടുകാർ ഉയർത്തുന്നു, അവർക്ക് ഉയർത്തേണ്ടി വരുന്നു. ഒപ്പം വയനാട്ടിലെ MP എവിടെ, ആ MP ഉണ്ടോ എന്ന പ്രധാനപ്പെട്ട ചോദ്യം കൂടി ആ ജനത ചോദിക്കേണ്ടി വരുന്ന സാഹചര്യം കൂടിയുണ്ട്.